നമസ്തേ, ഹരി ഓം. നമസ്കാരം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ആത്മീയ ആചാര്യന്മാർ തന്നെ ചില സമയങ്ങളിൽ അന്തം വിട്ടിട്ട്, അതായത് പറയുന്ന കാര്യങ്ങൾ കൃത്യതയില്ലാതെ തറപ്പിച്ച് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഭഗവാൻ ഉണ്ടോ ഇല്ലേ എന്ന് പോലും ആചാര്യന്മാർ പോലും സംശയിക്കുന്നു. ഭാഗവത ആചാര്യന്മാരൊന്നും ഇതുപോലെ സംസാരിക്കാൻ പാടില്ല. ആത്മീയ ആചാര്യന്മാർ, അതായത് ഭഗവാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയം വരെ വരുമ്പോഴാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. കൃത്യമായിട്ട് അനുഭവയോഗ്യമാവണം ഭഗവാൻ. അങ്ങനെയാണെങ്കിൽ മാത്രം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ അല്ലെങ്കിൽ പ്രവചിക്കാനും സാധിക്കുള്ളൂ. ഭഗവാൻ എന്ന് പറയുന്നത് കൃത്യമാണ്. തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണെന്നത്. തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് എന്ന് പറയുന്ന പ്രഹ്ലാദനെ സ്മരിക്കുന്നതാണ് മഹാവിഷ്ണു ചരിതം അല്ലെങ്കിൽ ഭാഗവതം. ഈ ഭാഗവതത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുള്ളതായിട്ട് എല്ലാവരും ഓർക്കുക. അപ്പം നമ്മുടെ വിഗ്രഹങ്ങളിൽ ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ മനുഷ്യൻ വിശ്വസിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഭഗവാൻ കുടിയിരിക്കുന്നു, അത് സത്യമാണ്. ക്ഷേത്ര ആചാര താന്ത്രിക വിധിപ്രകാരം അതിൽ ജീവനെ പ്രതിഷ്ഠിച്ചിട്ട് തന്നെയാണ്, താന്ത്രിക കർമ്മ പ്രകാരം പ്രതിഷ്ഠിച്ചിട്ട് തന്നെയാണ് തന്ത്രിമാർ പോകുന്നത്. തീർച്ചയായിട്ടും അതിനെ അവിടെ വെച്ച് ആരാധിക്കുന്നത് അതിന് ജീവനുണ്ടെന്ന് കരുതിയാണ്. ജീവനുണ്ടെന്നുള്ള 100% ഉറപ്പാണ്. ആത്മീയ കേന്ദ്രങ്ങൾ മാത്രമല്ല, ഭഗവാൻ വസിക്കുന്ന സ്ഥലം തന്നെയാണ് ക്ഷേത്രം. എന്തുകൊണ്ടിത് മനസ്സിലാക്കുന്നില്ല? ആചാര്യന്മാർ പറയുന്നോർത്ത് ശ്രദ്ധിക്കണം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യാപദീയതേ എന്ന് പറയുന്ന ഭഗവത്ഗീത ഓർക്കണം. എന്തുകൊണ്ട് ഇത് പറയാൻ എന്തുകൊണ്ടാണ് ഇത് സ്മരണയിൽ വരാത്തത്? ആത്മീയ ആചാര്യന്മാരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തറപ്പിച്ച് പറയാൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്തുക. ആത്മീയത പറയുന്നത് നിർത്തുക, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ സന്ദീപാനന്ദഗിരി ഒരു ഗിരി പോയത്? അതുപോലെ ഉദിത് ചൈതന്യം അതുപോലെ ആവരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഉദിത് ചൈതന്യ പറഞ്ഞാൽ നല്ലൊരു ആത്മീയ പ്രഭാഷകനും കുറച്ച് അറിവുള്ളവനും എല്ലാം കൂടിയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭക്തി നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈശ്വരൻ വസിക്കുന്ന സ്ഥലം തന്നെയാണ് ക്ഷേത്രം. ആത്മീയ ആചാര്യന്മാർ അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രങ്ങൾ മാത്രമല്ല ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഈശ്വരൻ വസിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു. ആ വസിക്കുന്ന ഈശ്വരനെ ഉണർത്തിയെടുക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. ബ്രഹ്മവാർത്ഥം സ്ഥിതി ചെയ്യുന്ന ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ജീവനുള്ളത് കൊണ്ട് തന്നെയാണ് അവിടേക്ക് ഭഗവാന്റെ ജീവൻ വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ഭഗവാൻ വസിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്ര വിഗ്രഹങ്ങളിൽ ഈശ്വരൻ വസിക്കുന്നു. ആദ്യം മനസ്സിലാക്കുക. തറപ്പിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ട് പാടില്ല. അനുഭവയോഗ്യമാകണം ഓരോ കർമ്മങ്ങളും. പൂന്താനത്തെ പോലെ ആവണം, വെറും ഭട്ടതിരി പോലെ ആവണം. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഭഗവാൻ രക്ഷിക്കുന്നത് തീർച്ചയായിട്ടും എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ചിദാനന്ദഗിരിക്ക് പോലും സാധിച്ചിട്ടില്ല. അദ്ദേഹം അജാമളമോക്ഷം കഥ പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമാണത്. പറയുന്നതുണ്ട് അവിടെ ഈ ഭഗവാൻ അജാമളന് മോക്ഷം കൊടുക്കുന്ന ഭാഗത്ത് ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് കിങ്കരന്മാർ വരുന്നതും രക്ഷിക്കുന്നതായിട്ടുള്ള ഭാഗം പറയുമ്പോൾ അദ്ദേഹം പറയാൻ അപ്പോഴും അതും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ചിദാനന്ദഗിരി സ്വാമിയുടെ അജാമളമോക്ഷം കഥ യൂട്യൂബിലുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പറയാണ്ടിരിക്കും. ഭഗവാൻ വസിക്കുന്ന സ്ഥലം തന്നെയാണ്. ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ പള്ളികൾ പോലെയല്ല ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളിൽ ഭഗവാൻ നിവസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളികളിൽ നമുക്ക് നിവസിക്കുന്നില്ല. അവിടെ നമുക്ക് വെറും നമ്മുടെ ആത്മീയ കേന്ദ്രങ്ങൾ മാത്രമാണ്. അവിടെ അതാണ് ആത്മീയ കേന്ദ്രങ്ങൾ. നമ്മുടെ ആത്മീയ കേന്ദ്രം മാത്രമല്ല, ഭഗവാൻ വസിക്കുന്ന സ്ഥലം കൂടിയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അതിന് സാധിക്കണം നമുക്ക്. അതിന് ഭഗവാൻ ഉണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞാൽ ക്ഷമിക്കുക. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. 100% ഭഗവാൻ വസിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുക മാത്രമല്ല, അനുഭവം കൂടിയാണ്. അനുഭവവേദ്യമാകുന്ന ഒരാൾക്കും ഇതിന് മറിച്ച് പറയാൻ സാധിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. ഹരി ഓം. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. നമസ്കാരം.